ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയുടെ പുതിയ തന്ത്രങ്ങൾ അത് ഗോകുലിന് മുന്നിൽ ഫലപ്രദമായതിന്റെ ആഘോഷത്തിലായിരുന്നു അവന്തിക. പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ അവന്തിക ശോഭയുമായി പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പിറന്നാൾ ആഘോഷമെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയുമ്പോൾ ഉടനെ തന്നെ ഗോകുലിന്റെയും സമൃദ്ധിയുടെയും വിവാഹം താൻ മുന്നിൽ നിർത്തി നടത്തുമെന്നായിരുന്നു അവന്തിക ശോഭയ്ക്ക് വാക്ക് നൽകിയത്. അതിന്റെ സന്തോഷത്തിലായിരുന്നു ശോഭയും. അപ്പോഴാണ് ഹർഷനെ കുറിച്ച് ഒരു വിവരവും അറിയാതെ തന്റെ കുടുംബം ഇപ്പോഴും ഈ രീതിയിൽ അലയുന്നതിനെ കുറിച്ച് കമലമ്മ ചിന്തിക്കുകയും എത്രയും പെട്ടെന്ന് ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് കണ്ടെത്തണമെന്നും അതുകൊണ്ട് തന്നെ ഒരു ജോത്സ്യനെ വിളിപ്പിച്ച് ഇതിന്റെ മുഖ്യ കാരണം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു കമലമ്മ നടത്തുന്നത്. അത് ഇക്കാര്യം ശശിയോട് നേരത്തെ അവതരിപ്പിക്കുകയും എന്റെ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമെന്ന് കൂടി നിർബന്ധപൂർവം പറയുന്ന കമലമ്മയുടെ ആ സങ്കടം കേട്ട് സച്ചി പറഞ്ഞു, അമ്മ ചിന്തിക്കുന്നത് പോലെ ഒന്നും ഒരിക്കലും എന്റെ അർച്ചനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല, അർച്ചനയ്ക്ക് ഒരു ആപത്തും വരില്ല എന്ന വിശ്വാസത്തിൽ തന്നെ സച്ചി നിലകൊള്ളുമ്പോൾ സച്ചിയുടെ ആ തീരുമാനവും ആ വിശ്വാസവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ ജ്യോത്സ്യം വന്ന് കബടി നിരത്തട്ടെ, എന്റെ മോൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആത്മാവിന് എങ്കിലും ശാന്തി കിട്ടണം, അവളോടുള്ള നമ്മുടെ അടങ്ങാത്ത സ്നേഹം, അമിത സ്നേഹം കൊണ്ട് എന്റെ മോളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല, അവൾക്ക് വിധി പ്രകാരം നടത്തേണ്ട കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ കമലമ്മ പറയുമ്പോ സച്ചി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയില്ല, ഒരിക്കലും എന്റെ അർച്ചനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറയുമ്പോഴേക്കും അത് കേട്ടു നിന്ന സ്നേഹയും അനഘയും കൂടി അവിടേക്ക് എത്തി. സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം സച്ചിയുടെ മനസ്സിലാക്കണം, ഞങ്ങൾക്കാർക്കും അർച്ചനേടത്തിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അർച്ചനേടത്തി തിരിച്ചു വരുന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല, മറിച്ച് ഇത്രയും വർഷക്കാലം കാത്തിരുന്നിട്ടും മകളെ കുറിച്ച് ഒരു വിവരം പോലും അറിയാതിരിക്കുന്ന ഈ അമ്മയുടെ മനസ്സ് അത് തിരിച്ചറിയാൻ സച്ചിയേട്ടൻ മറന്നു പോകരുത്. അതുകൊണ്ട് സച്ചിയേട്ടൻ ഇനി എന്ത് പറഞ്ഞാലും നാളെ ആ ജോത്സ്യൻ ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. സച്ചി മനസ്സോടെ അത് സമ്മതിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഗോകുലിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ അർച്ചന വീണ്ടും ഭക്ഷണം കഴിക്കാനായി ഗോകുലിനെ നിർബന്ധിക്കുന്നു. ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന ഗോകുലിനോട് കുറച്ചുകൂടി കഴിക്കാൻ പറഞ്ഞ് അർച്ചന നിർബന്ധിക്കുമ്പോൾ ഉടനെ ഗോകുൽ തനിക്കിത് മതിയെന്ന് പറഞ്ഞ് എഴുന്നേക്കാനുള്ള ശ്രമം വീണ്ടും ആവർത്തിച്ചു. അപ്പോഴേക്കും നിർബന്ധപൂർവ്വം അർച്ചന വീണ്ടും പ്ലേറ്റിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കണ്ടുവന്ന ശിശിര പറഞ്ഞു, കണ്ടില്ലേ, ഞാനെങ്ങാനുമാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലേ അവൻ എന്നെ നേരെ തട്ടിക്കറിയനെ, ഇതിപ്പോ സമൃദ്ധി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അവനൊരു കുഴപ്പമില്ല, അവൻ കഴിക്കും എന്നൊക്കെ പറയുന്നത് കേട്ട് ഉടനെ അത് കേട്ട് നിന്ന അടുത്ത് നിന്ന ശോഭ പറഞ്ഞു, അല്ലെങ്കിലും ഭർത്താവിന് സ്നേഹത്തോടെ ഭാര്യ എടുത്തു കൊടുത്താൽ അത് എന്താണെങ്കിലും അവർ കഴിക്കും, അതിൽ യാതൊരു സംശയമില്ല, നീ പിന്നെ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, നീ എപ്പോഴെങ്കിലും രാജുവിന് സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അപ്പോഴേക്കും ശിശിര പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനെ വേണ്ട രീതിയിൽ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ തല തിരിച്ചിരിക്കുന്ന ശിശിരയോട് ഗോകുലി ചോദിച്ചു, ശിശിരെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നീ എപ്പോഴെങ്കിലും ഈ ആക്സിഡന്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നെങ്കിലും രാജീവിന് സ്നേഹത്തോടെ നീ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നീ നിന്റെ സ്വന്തം കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അത് കേട്ടതും ഒന്നും മിണ്ടാതെ ശിശിര അങ്ങനെ ഇരിക്കുന്നിട്ട് ചോദിച്ചു, അല്ല, അതിനിപ്പോ ഇവിടെ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ, രാജീവേട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോ അതെ, നടക്കുന്നുണ്ട്, നേരാവണ്ണം എല്ലാം നടക്കുന്നുണ്ട്, കാരണം ഇവിടെ സമൃദ്ധ ഉള്ളത് കൊണ്ട്, കൃത്യമായ സമൃദ്ധ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നത് കൊണ്ട് നേരാവണ്ണം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലാതെ നീയൊന്നും തന്നെ രാജീവിന് വേണ്ടി ഒന്നും ബുദ്ധിമുട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സമൃദ്ധയുടെ നേരെ മുഖം കറുപ്പിച്ച് നോക്കുകയാണ് ശിശിര. അതിനുശേഷം ഗോകുലിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഗോകുല് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ അവന്തിക എന്ന് പറഞ്ഞപ്പോ അവന്തികയുടെ കോള് വന്നതോടെ ശോഭയ്ക്ക് വലിയ ആശ്വാസമായി. ഉടനെ അവന്തിക പറഞ്ഞു, ഗോകുൽ, ഗുഡ് മോർണിംഗ്, ഒരു കാര്യം എനിക്ക് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു. എന്താ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ആദ്യം എന്താണെന്ന് പറയൂ, എന്നിട്ടല്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പാണെങ്കിൽ ഞാൻ ചെയ്യാം എന്നതായിരുന്നു ഗൂഗിളിന്റെ മറുപടി. അത് ഗൂഗിളിന് പറ്റുന്ന കാര്യമാണ്, ഗൂഗിൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ വീണ്ടും കാര്യം എന്താണെന്ന് അവന്തിക പറഞ്ഞില്ലല്ലോ എന്ന ഗൂഗിളിന്റെ ചോദ്യത്തിന് മറുപടിയായി തനിക്ക് പൊന്മുടി വരെ ഒന്ന് പോകണമെന്നും അവിടെ തന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടുത്തെ ചില പ്രോബ്ലം, ലീഗലായിട്ടുള്ള ചില പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ നേരിട്ട് ചെന്നേ പറ്റൂ, അപ്പോൾ എൻ്റെ വക്കീല് ഇതിനകത്തുണ്ട്, എങ്കിൽ പോലും എൻ്റെ കൂടെ ഗൂഗിൾ ഉണ്ടെങ്കിൽ ഗൂഗിളിന് നിയമവശങ്ങൾ അറിയാവുന്നത് കൊണ്ട് എൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചെടുക്കാൻ ഗൂഗിളിനെ കൊണ്ട് സാധിച്ചെന്ന് വരും, അതുകൊണ്ട് എനിക്കൊരു വലിയ സഹായമായിരിക്കും ഗൂഗിൾ കൂടെ വന്നാൽ എന്നറിയിച്ചു. മാത്രമല്ല ഗൂഗിൾ തനിച്ച് വരണ്ട, നിങ്ങൾ അർച്ചനയും കൂടി പോരട്ടെ, എന്നും നിങ്ങൾ വീട്ടിൽ തന്നെയല്ലേ ഇരിപ്പ്, അർച്ചനയ്ക്ക് അതൊരു റിലീഫ് കൂടിയാവും, ഒരു ചേഞ്ച്, നിങ്ങൾ അധികം ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ, ഒരു ട്രിപ്പിനായിട്ട് പോന്നാൽ മതി, അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, എന്നെ സഹായിക്കാനായിട്ട് മാത്രമായി വരികയും വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ വേണമെങ്കിൽ ശോഭാന്റിയെ കൂടി കൂട്ടിക്കോ എന്ന് പറഞ്ഞു.
അമ്മയും കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഗോകുല് പറഞ്ഞു, അയ്യോ അങ്ങനെ ട്രിപ്പ് എനിക്കാണെങ്കിൽ തിരക്കുള്ള സമയമാണ് എന്ന് ഗോകുല് മറുപടി പറയുമ്പോൾ വീണ്ടും അവന്തിക പറഞ്ഞു, ഇത് ചെറിയൊരു ഉപകാരമല്ലേ, വേഗം പോയിട്ട് വരികയും ചെയ്യാമല്ലോ, 1-2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോകുല് പറഞ്ഞു, എന്തായാലും ഞാനത് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് ഗൂഗിൾ ഫോൺ വയ്ക്കുന്നു. ഉടനെ അവന്തിക നിർബന്ധപൂർവ്വം വീണ്ടും താൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഫോൺ വയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഗൂഗിൾ കാര്യം അർച്ചനോട് അവതരിപ്പിച്ചു. അവന്തികയെ വിളിച്ചത് അവന്തികയ്ക്ക് എന്തോ അവിടെ എസ്റ്റേറ്റിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്, ലീഗൽ പ്രോബ്ലം എന്തോ ആണ്, അതിന് ഒരു സഹായത്തിനായിട്ട് നമ്മളോട് ചെല്ലുന്നു എന്നും നമുക്ക് ഒരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്യാമെന്നും പൊന്മുടിക്ക് ഒരു ട്രിപ്പ് അമ്മയും കൂടെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ ആശാന അതിന് കൂടുതലൊന്നും അതിന് പ്രാധാന്യം കൊടുക്കാതെ ഹസനെ കേട്ടു തന്നെ ആ ഒരു രീതിയിൽ മുഖം തിരിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗൂഗിള് വേഗം ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിക്കാൻ ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഗൂഗിൾ. അപ്പോഴേക്കും ശിശിര പറഞ്ഞു, അതെ സമൃദ്ധ, ഈ ട്രിപ്പിന്റെ കാര്യേ അത് ഒന്ന് ആലോചിക്കേ, നല്ല ട്രിപ്പാണെങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അത് വേണ്ട, ശിശിരേച്ചി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ രാജുവിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, തൽക്കാലം ട്രിപ്പിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന പ്ലേറ്റെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഈ സമയത്ത് ശോഭയ്ക്ക് വലിയ ആശ്വാസമായി. ഭാഗ്യം, അവന്തിക കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലോ, എന്തായാലും ഗോകുല് പോകാൻ തന്നെ തയ്യാറാകും, അത് യാതൊരു സംശയമില്ല. ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അവന്തികയുടെ കൈകളിലേക്ക് മൂർത്തി ആ താലി കൊണ്ടുവന്ന് കൊടുത്തു. അത് വാങ്ങിച്ചു കയ്യിൽ പിടിച്ചുകൊണ്ട് ആ താലിയിലേക്ക് തന്നെ നോക്കി അഹങ്കാരത്തോടെ അവന്തിക ചിന്തിച്ചു, എന്തായാലും അടുത്ത ദിവസം തന്നെ ഗോകുലിന്റെയും അർച്ചനയുടെയും വിവാഹം ഞാൻ നടത്തും, അതിൽ യാതൊരു സംശയമില്ല. അല്ല, മേഡം ആവശ്യപ്പെട്ട താലി തന്നെയല്ലേ എന്നപ്പോഴേക്കും മൂർത്തി അന്വേഷിച്ചപ്പോൾ ഇത് തന്നെയാണ്, ഇതേപോലെ ഇതേ ഡിസൈൻ തന്നെയുള്ള താലിയാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സച്ചിക്ക് വേണ്ടി അർച്ചനയ്ക്ക് വേണ്ടി സച്ചി അണിയിക്കുന്നതിനായിട്ട് ഒരു താലി പണിയിച്ചെടുത്തത്. എന്തായാലും അതേ ഡിസൈൻ തന്നെ ഈ താലി, സച്ചി അണിയിച്ച താലി എടുത്ത് മാറ്റി ഈ താലി ഞാൻ ഗൂഗിളിനെ കൊണ്ട് അർച്ചനയുടെ കഴുത്തിൽ അണിയിപ്പിക്കും, അതോടെ ആ പ്രശ്നത്തിന് പരിഹാരമാവുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ഉടനെ മൂർത്തി ചോദിച്ചു, അല്ല മേഡം, ഇതൊക്കെ ഗൂഗിളിൽ സമ്മതിക്കുവോ, പുള്ളി ആകെ ഒരു വല്ലാത്തൊരു ക്യാരക്ടർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിളിനോട് തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കൂടെ വരില്ല, അതുകൊണ്ട് അവിടെ ചെന്നതിന് ശേഷം ഗൂഗിളിനോട് കാര്യം അവതരിപ്പിക്കും, അതോടെ ഗൂഗിളും തൻ്റെ കൂടെ നിൽക്കാനാണ് സാധ്യതയേറെ. എന്തായാലും ഗൂഗിളിന്റെ അമ്മ തനിക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവന്തിക അറിയിച്ചു. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടത്തിയെടുത്താൽ മാത്രമേ എന്നേക്കുമായി എൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കൂ. അങ്ങനെ ഗോകുലിന്റെയും അവന്തിക്ക് അർച്ചനയുടെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവന്തികയ്ക്ക് ഒരു ശത്രുവും ഉണ്ടാവില്ല, സച്ചിയിലേക്ക് പിന്നെ ഒരു മടങ്ങി വരവ് അർച്ചനയ്ക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ അവന്തിക അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തികയുടെ ആ ചിന്ത ആ രീതിയിൽ വഴിമാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെയും കമലമ്മയുടെയും അരികിലേക്ക് വൃന്ദാവനത്തിലേക്ക് ജ്യോത്സ്യൻ വന്നെത്തി. ജ്യോത്സ്യൻ കബഡി നിരത്തി അങ്ങനെ നോക്കുമ്പോഴേക്കും തന്റെ മോൾക്ക് എന്താ സംഭവിച്ചതെന്നും എവിടെയാണെന്നും തനിക്ക് അറിയണമെന്നായിരുന്നു കമലമ്മയുടെ ആവശ്യം. അർച്ചനയെക്കുറിച്ച് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ആരുടം മറിഞ്ഞിരിക്കുകയാണല്ലോ എന്നതായിരുന്നു ജ്യോത്സ്യന്റെ മറുപടി. പിന്നീട് ഒന്നുകൂടി ആ പെൺകുട്ടിയുടെ നാളും പേരും എല്ലാം പറയുമെന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി കബഡി നിരത്തിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വ്യക്തമായി. ഇവിടെ ജാതകപ്രകാരം ഈ പറഞ്ഞ ഈ നക്ഷത്രത്തിൽ പൂജാരിയായ അർച്ചന എന്ന നാമത്തിലുള്ള പെൺകുട്ടി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടോ എന്ന ചോദ്യമല്ലേ നിങ്ങൾക്കുള്ളത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അപകടത്തിൽ മരണവും സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു വാഹന അപകടമാണ് വാഹനം മൂലമുള്ള ഒരു അപകടമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന കമലമ്മയും സച്ചിയും ഞെട്ടുന്നു. അടുത്ത് നിന്ന സ്നേഹയും അനഘയും ഞെട്ടലോട് ചോദിച്ചു, അപ്പോ വാഹനം കൊണ്ടുള്ളതെന്ന് പറഞ്ഞ വാഹനാപകടത്തിൽ ചേച്ചി ഇടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്നാണോ എന്ന് ചോദിച്ചപ്പോ അതെ, മരണം സംഭവിച്ചിട്ടുണ്ട്, അത് ആ പെൺകുട്ടിയുടെ ഈ ജന്മം പൂർത്തിയായി എന്നറിയിച്ചു. അത് കേട്ടതോടെ കമലമ്മ പൊട്ടിക്കരയുകയാണ്. എൻ്റെ മോൾക്ക് വിധിപ്രകാരമുള്ള എല്ലാ ആചാരങ്ങളും നടത്തി എൻ്റെ മോൾക്ക് ആത്മശാന്തി കിട്ടുന്നതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം ജ്യോത്സ്യരെ എന്നറിയിച്ചു. അത് കേട്ടതും ഉടനെ തന്നെ പിഷാരടി മാഷ് പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇവിടെ ഒരു ജന്മം പൂർത്തിയായി എന്നാണ് ഞാൻ പറഞ്ഞത്, എന്നാൽ മറ്റൊരു ജന്മം ആ പെൺകുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, ഒരു പുനർജന്മം. ആ പുനർജന്മത്തില് ആ കുട്ടിയുടെ ജീവിതത്തിലെ 2ാമത്തെ ഏടിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോ ആ ജീവിതത്തിലൂടെയുള്ള യാത്രയിലാണ് ആ പെൺകുട്ടി ഇപ്പോ എന്നറിയിച്ചു. അത് കേട്ടതോടെ കമലമ്മയും സച്ചിയും ആകെ അതിശയത്തിൽ നോക്കുകയാണ്. ഇതിനിടയിൽ പിഷാരടി പറഞ്ഞു, ഇത് കൂടുതലൊന്നും എനിക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയില്ല, ബാക്കിയൊക്കെ വഴിയെ നിങ്ങൾ മനസ്സിലാക്കും, വഴിയെ അറിയാൻ കഴിയുമെന്ന് മാത്രമാണ് ആരൂഢത്തിൽ പറയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വിശദീകരിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല എന്ന് പിഷാരടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദക്ഷിണ കൊടുത്തിട്ട് സച്ചിയോട്
കമലമ്മ പറഞ്ഞു, എൻ്റെ മോളുടെ ജീവിതം അവൾ മരണപ്പെട്ടു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിച്ചു. എന്നാലും അവൾക്കൊരു പുനർജന്മം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയിക്കുമ്പോൾ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള അവളുടെ ജീവിതം ഇല്ലാതായി എന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ട ആത്മശാന്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജീവനോടെ ഉണ്ട് എന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നല്ലോ. എനിക്ക് ശരിക്കും ഒന്നും വ്യക്തമായില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒന്നുറപ്പാണ്, എൻ്റെ അച്ഛമ്മൾക്ക് എന്തോ സംഭവിച്ചു. അങ്ങനെ പറഞ്ഞ് കമലമ്മ സങ്കടപ്പെടുമ്പോൾ സച്ചി അതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇല്ലമ്മേ, അങ്ങനെ എൻ്റെ അർച്ചനയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഷാരടി മാഷിന് എന്തോ അബദ്ധം സംഭവിച്ചതാണ്, എനിക്ക് ഉറപ്പാണ്. എൻ്റെ അർച്ചന ജീവനോട് തന്നെയുണ്ട്. എൻ്റെ അർച്ചനയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാനും എന്നെ ഇല്ലാതാകുമായിരുന്നു എന്ന് പറഞ്ഞ് സച്ചിയെ റൂമിലേക്ക് പോന്നു. ഈ സമയത്ത് അർച്ചനയോട് വീണ്ടും ഗൂഗിൾ അന്വേഷിച്ചത്. രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഗൂഗിള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അർച്ചനയോട് ചോദിച്ചു, എടോ താൻ എന്താ തീരുമാനിച്ചതെന്ന് ചോദിച്ചപ്പം എന്ത് തീരുമാനം എന്ന് അർച്ചന അന്വേഷിച്ചു. അല്ല, രാവിലെ നമ്മളോട് അവധിക പറഞ്ഞ കാര്യത്തിൽ താൻ തീരുമാനം വല്ലതും എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഗൂഗിളും ഗൗരിമോളും മാത്രമാണ് എൻ്റെ ലോകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഗൂഗിൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് അറിയിച്ചു. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, എടോ എന്നും നമ്മളിങ്ങനെ വീടും ഓഫീസും മാത്രമായിട്ട് കഴിഞ്ഞാൽ പോരല്ലോ, തനിക്കൊരു ചേഞ്ച് വേണേ. എത്രയും നാളായി താൻ ഇതിൽ കിടന്ന് തന്നെ ഇങ്ങനെ വട്ടം കറങ്ങുന്നു. അതുകൊണ്ട് തനിക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ. എന്തായാലും ഈ ഒരു ഓഫർ നമുക്ക് വേണ്ടെന്ന് വെക്കണ്ട, നമുക്ക് പോകാം. എന്താ തനിക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചപ്പം ഗൂഗിൾ തീരുമാനിക്കുന്നതിനൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഗൗരിമോൾക്ക് ഇപ്പോ എക്സാം നടക്കുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗൗരിമോളെ നമുക്ക് ശിശിരെ ഏൽപ്പിക്കാം, അവള് നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല എന്നറിയിച്ചു. കാരണം എക്സാം കളയണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാ അമ്മയെ നമുക്ക് കൂടെ കൂട്ടാം, അമ്മയാകുമ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മയോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോയി. ഈ സമയത്ത് ശോഭ വിവരങ്ങൾ പറയാനായി അവന്തികയെ വിളിച്ചു. അവന്തിക കോൾ എടുത്തതും, മോളെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ മോള് തന്നെ എത്തിയല്ലോ. എന്തായാലും ഇനി പേടിക്കാനൊന്നുമില്ല, ഗൂഗിള് പാതി സമ്മതിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ നമുക്ക് എത്രയും വേഗം തന്നെ പൊന്മുടിക്ക് പോകണം, പെട്ടെന്ന് തന്നെ ആ ചടങ്ങ് എനിക്ക് നടത്തണം. അതെല്ലാം കേട്ടതോടെ സന്തോഷത്തോടെ അവന്തിക പറഞ്ഞു, എന്തായാലും ഇതെൻ്റെ നിയോഗമാണമ്മേ, ഞാൻ തന്നെ വരേണ്ടി വന്നല്ലോ ഈ ഒരു കർമ്മം നടത്താനായിട്ട്. എന്തായാലും ഇത് അമ്മയോടൊപ്പം ചേർന്ന് എനിക്ക് നടത്താൻ കഴിയുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ, ഇനി എൻ്റെ കൂടി ആവശ്യമല്ലേ ഇത് എന്ന രീതിയിൽ അവന്തിക പറയുന്നത് കേട്ട് അതിശയത്തോടെ ശോഭ ചോദിച്ചു, അല്ല മോളെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്കും ശോഭയോട് അവന്തിക പറഞ്ഞു, അല്ലമ്മേ, എല്ലാം ഓരോന്നും നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതെല്ലാത്തിനും നമ്മൾ നിമിത്തമായി തീരുമ്പോൾ അത് നമ്മുടെ കൂടി ആവശ്യമായി മാറുകയാണല്ലോ, അതാ ഞാൻ പറഞ്ഞത് എന്ന് ശിശിര വേഗം തന്നെ അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുകയാണ് അവന്തിക ശോഭയോട്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ശോഭ പറഞ്ഞു, എന്തായാലും ഗോകുല് തീരുമാനിച്ചു, സമൃദ്ധമായിട്ട് ആ ഒരു യാത്രയ്ക്ക് അവൻ തയ്യാറാണ്. ഇനി സമയം വൈകാതെ എത്രയും പെട്ടെന്ന് നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ, നാളെ തന്നെ നമുക്ക് പോകാമേ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അവിടെ ചെന്ന് അടുത്ത ദിവസം തന്നെ അവരുടെ വിവാഹം, അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ നടത്തി കഴിഞ്ഞു. പിന്നെ ഒരിക്കലും സമൃദ്ധയ്ക്ക് പഴയ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഒത്തിരി സന്തോഷമായി മോളെ, എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് സന്തോഷത്തോടെ ശോഭ അവന്തികയോട് അറിയിക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം അവന്തിക മനസ്സിൽ പറഞ്ഞു, സത്യത്തിൽ ഇത് നിങ്ങളുടെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ്. അവൾ ഇനി ഒരിക്കലും സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് എന്നത് എൻ്റെ ലക്ഷ്യമാണ്. അതാണ് ഇവിടെ സഫലമാകാൻ പോകുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവന്തിക അങ്ങനെ നിൽക്കുമ്പോഴേക്കും സച്ചി ആകെ മൂഡ് ഓഫായി നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് ആരതി വർമ്മ എത്തി. എന്താ സച്ചി, താൻ എന്താ ഇങ്ങനെയാകെ മൂഡ് ഓഫായി നിൽക്കുന്നത്? ഒരാള് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ആ ജന്മം തീർന്നു എന്ന് പറഞ്ഞാൽ അതോടൊപ്പം ആ ജന്മത്തിന് ഒരു പുനർജന്മം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അതായത് മരിച്ചുപോയി എന്നല്ല, പുനർജന്മം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മരണത്തിന്റെ വക്കോളം ചെന്നിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നു എന്ന് പറയുന്നതും ഒരു പുനർജന്മം തന്നെയാണ്. അങ്ങനെയായിരിക്കും ഷാരടി മാഷ് ഉദ്ദേശിച്ചതും. അതുകൊണ്ട് സച്ചിയുടെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുത്തണ്ട, അർച്ചന സച്ചിയിലേക്ക് തന്നെ മടങ്ങി വരും. അത് കേട്ടപ്പോഴേക്കും സച്ചി പറഞ്ഞു, എല്ലാവർക്കും ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറയാം മടങ്ങി വരുമെന്നും എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യാം, അത്രയല്ലേ എല്ലാവർക്കും സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആരതി പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞ് സച്ചിയുടെ ഒപ്പം തന്നെ ഞാനും നിൽപ്പുണ്ടല്ലോ, പിന്നെ എന്താ സച്ചി പ്രശ്നം? എന്തായാലും നമ്മൾ അർച്ചനയെ കണ്ടെത്തുക തന്നെ ചെയ്യും. സച്ചിയുടെ അർച്ചനയിലേക്ക് സച്ചി എത്തിച്ചേരുന്നതിന് ഇനി അധിക ദൂരമില്ല. ഉറപ്പായിട്ടും നമ്മൾ അർച്ചനയെ ഉടനെ തന്നെ കണ്ടെത്തും. താൻ സമാധാനത്തോടെ ഇരിക്കടോ എന്ന് പറഞ്ഞ് ആരതി സച്ചിക്ക് വേണ്ട ധൈര്യം പകർന്നു കൊടുക്കുന്നു. അപ്പോഴേക്കും അവന്തിക എങ്ങനെയും അർച്ചനയുടെയും ഗോകുലിന്റെയും വിവാഹം നടത്തണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ സന്തോഷ വാർത്ത പറയാനായിട്ട് ഗോകുൽ രാജീവിന്റെ റൂമിലേക്ക് എത്തുന്നു. രാജീവിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതും ഗോകുല് രാജീവിനോട് പറഞ്ഞു, അതെ, നാളെ ഞങ്ങള് അമ്മയും കൂട്ടി ഒരു ട്രിപ്പ് പോവുകയാ, ഞാനും സമൃദ്ധയും അമ്മയും മാത്രം. ഗൗരിമോൾക്ക് എക്സാം ആയതുകൊണ്ട് മോള് ഇവിടെ ഉണ്ടാവും, പിന്നെ ശിശിരയും രാജീവുമല്ലേ ഇവിടെ ഉള്ളൂ,
നിങ്ങൾ കാര്യങ്ങൾ നോക്കണം. സത്യത്തിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവധികയാണ്, പൊന്മുടിയിലേക്കാണ് ഈ ട്രിപ്പ് എന്നൊക്കെ അറിയിച്ചു. അത് കേട്ടതോടെ രാജീവിന് വല്ലാത്ത ടെൻഷനായി. എന്തോ ഒരു ഗൂഢതന്ത്രം അവന്തിക ഇതിന്റെ പിന്നിൽ ആലോചിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രിപ്പിനെ കുറിച്ചോ ഇങ്ങനൊരു യാത്രയെക്കുറിച്ചോ അവധിക മുൻകൈ എടുക്കില്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് ഭയത്തോടെ ഇതിന്റെ പിന്നിൽ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞെട്ടലോടെ ഇനി വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ആലോചിച്ചു. ഗോകുല് ഒരു ശുദ്ധ പാവമാണ്. അതുപോലെ തന്നെ സമൃദ്ധിയുടെയും. രണ്ടുപേരുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച സത്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ എന്റെ നാവിൽ നിന്ന് സത്യം പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് അവരുടെ വിവാഹം നടത്തി തീർക്കുക എന്നതാണ് അവന്തികയുടെ ലക്ഷ്യം. അവൾക്ക് എതിരാളിയായിട്ടുള്ള അർച്ചനയെ എന്നേക്കുമായി ഇല്ലാതാക്കുക, അതാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണല്ലോ അവൾ നടത്തുന്നത് എന്ന് രാജീവ് അങ്ങനെ ചിന്തിക്കുമ്പോൾ അവന്തിക തന്റെ അടുത്തെത്തി വെല്ലുവിളി ഉയർത്തിയ കാര്യങ്ങൾ രാജീവ് ഓർത്തു. നീ ഇനി എത്ര ശ്രമിച്ചാലും, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും അർച്ചനയിലേക്ക് ഈ സമൃദ്ധിക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇനി ഉണ്ടാവില്ല എന്നും അവളെ എന്നേക്കുമായി താൻ തന്നെ ഇല്ലാതാക്കുമെന്നുമായിരുന്നു സമൃദ്ധിയുടെയും അർച്ചനയുടെയും ജീവിതത്തിൽ കുറിച്ചുള്ള അവന്തികയുടെ നിലപാട്. അത് രാജീവിന് മുന്നിലെത്തി വെല്ലുവിളിയോടെ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഭയത്തോടെ രാജീവ് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് ഗോകുലിന്റെ വാക്കുകൾ കേട്ട് ആശങ്കയോടെ നോക്കുന്നു.